നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൈകുന്നേരത്തെ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അതുപോലെ പിറ്റേ ദിവസത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാൻ പറ്റൂ. അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം സ്നാക്കായിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. അപ്പോൾ 2 ഏത്തപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പറ്റുന്ന പോലെ ചെറിയ ചെറിയ പഴംപൊരികൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കുറച്ച് മൈദ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഉപ്പും അതുപോലെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ശകലം പഞ്ചസാര ഇട്ട് കൊടുത്താൽ നമുക്ക് ആ മാവിനൊരു ചെറിയൊരു മധുരം കിട്ടും. പഴത്തിന് ഓൾറെഡി മധുരം ഉണ്ട്, എന്നാലും മാവിന് മധുരം വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ എള്ളുണ്ടെങ്കിൽ എള്ളൊക്കെ ഇട്ട് കൊടുക്കാം, അതൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എള്ളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ മാവ് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഞാൻ മാറ്റി വെച്ചേക്കുകയാണ്. അത് കഴിഞ്ഞ് പഴം ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കണം. അപ്പോൾ 2 ഏത്തപ്പഴം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ദിവസമായി ഇതുപോലെ പഴംപൊരി കഴിച്ചിട്ട്. അപ്പോൾ കൊതി വന്നിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ. അതുപോലെ വൈകുന്നേരം ആകുമ്പോൾ കുട്ടികൾ കളിച്ചിട്ടൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാനും, അവർ കൊടുത്തു കഴിഞ്ഞാൽ മുഴുവനായിട്ട് കഴിക്കുകയും ചെയ്യും വിശന്നിരിക്കുന്നത് കൊണ്ട്. അതുപോലെ ഇവിടെ വാവയ്ക്ക് പഴംപൊരി ഇഷ്ടമാണ്, പക്ഷേ അതിലെ പഴം ആൾ കഴിക്കാറില്ല. മാവ് ഇങ്ങനെ അതിൽ പിച്ചെടുത്തിട്ട് അത് കഴിക്കും. പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടൊക്കെയാണ് പഴം കഴിക്കുന്നത്. പഴം ആദ്യം എടുത്ത് മാറ്റി വയ്ക്കും. അപ്പോൾ ഞാനിങ്ങനെ പഴം 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ 3 സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തു. എന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ പഴംപൊരി ആയിരിക്കും. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴേ ചെറുതായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഒരുപാട് എണ്ണ ചിലവ് വരും. അപ്പോൾ ചെറുതാകുമ്പോൾ പെട്ടെന്ന് അത് കുക്ക് ചെയ്ത് കിട്ടും. അതുപോലെ എണ്ണ ഒരുപാട് ചിലവാവില്ല. അപ്പോൾ ഞാൻ പഴം നമ്മുടെ മാവിൻ്റെ ബാറ്ററിൽ മുക്കിയിട്ട് ചൂട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. ആൾ നാട്ടിൽ വരുമ്പോൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് അമ്മ ചീര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരുടെ തൊഴിലുറപ്പ് അവിടെ കൃഷി ചെയ്ത ചീരയാണ്. അപ്പോൾ 50 രൂപയാണ് കേട്ടോ. 50 രൂപയ്ക്ക് ഇത് കുഴപ്പമില്ല, ഒരുപാടുണ്ട്. ഞാൻ 2 ദിവസമായിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പുറത്ത് പോയിട്ട് ചന്തയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ 50 രൂപയ്ക്ക് ശകലേ കിട്ടത്തുള്ളൂ. നമുക്ക് ഒരു നേരം കഴിക്കാനുള്ള ചീര മാത്രമേ കിട്ടൂ. നമ്മൾ ചീര എത്ര ഉണ്ടെങ്കിലും അത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അളവ് കുറയും. അപ്പോൾ ഇത് കുഴപ്പമില്ല കേട്ടോ. 50 രൂപയ്ക്ക് നമുക്ക് വെർത്തായിരുന്നു. അപ്പോൾ കുറച്ച് പച്ചച്ചീര അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം ചുവന്ന ചീരയായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയൊരു ഇതെന്ന് വെച്ചാൽ പച്ചച്ചീരയ്ക്ക് അധികം ടേസ്റ്റ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. പക്ഷേ ചുവന്ന ചീര വെച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് നാളത്തേക്ക് എടുക്കാം. അപ്പോൾ ഞാനത് മാറ്റി ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ്. വാടിപ്പോവും, എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ വൈകുന്നേരം കറികളൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കിയില്ല. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ 2ാമത്തെ ഇതിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി കിട്ടാൻ വേണ്ടിയിട്ട് മാവിൽ കുറച്ച് നമ്മുടെ അരിപ്പൊടിയില്ല, അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ കുക്കിംഗ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയൊന്ന് കുളിച്ച് ഫ്രഷായി വരാൻ. എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് ജോലി ചെയ്യാൻ ഭയങ്കര മടിയാണ്. കുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല, കുക്ക് ചെയ്യും. പക്ഷേ എനിക്ക് അടിച്ച് വാരുക, അതുപോലെ പാത്രം കഴുകുക, അങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടാണ് എനിക്ക്. അപ്പോൾ ഞാൻ പോയി കുളിച്ച് റെഡിയായിട്ട് വരാം. അപ്പോൾ കുറച്ച് തുണികൾ ടെറസിലുണ്ടായിരുന്നു. ഇന്നലെ കഴുകിയിട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വൈകിട്ടാണ് തുണികൾ എടുക്കുന്നത്. അപ്പോൾ ഇന്നലെ കഴുകിയിട്ട തുണികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് മടക്കി വയ്ക്കണം, കൈയോട് മടക്കി വയ്ക്കണം. ഇല്ലെങ്കിൽ ഈ തുണിയെല്ലാം വാവ എടുത്തുകൊണ്ട് പോകും ആൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. ആൾക്ക് കളിപ്പാട്ടത്തിനോടൊന്നും വലിയ ഇതില്ല. കളിപ്പാട്ടം വേണം, പക്ഷേ കുഞ്ഞിലേ മുതലുള്ളൊരു ശീലം എന്ന് വെച്ചാൽ തുണികൾ എടുത്തുകൊണ്ട് പോകുക എന്നതാണ്. അപ്പോൾ ആൾക്ക് തന്നെ നമ്മൾ യൂസ് ചെയ്യാത്ത വാവയുടെ തുണികൾ തന്നെ യൂസ് ചെയ്യാത്ത തുണികൾ കുറേ ഉണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഞാൻ കുറേ എടുത്ത് തീയിട്ട് കളഞ്ഞു. കീറിയത് അതുപോലെ അങ്ങനത്തെ തുണികളൊക്കെ ആയിരുന്നു. അതെല്ലാം ഞാൻ തീയിട്ട് കളഞ്ഞു. പിന്നെ ഉണ്ട് കുറച്ച് തുണികളും കൂടി ഉണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കൈയോടെ മടക്കി വയ്ക്കണം, ഇല്ലെങ്കിൽ ഇത് പിന്നെയും നാശമായി പോവും. അപ്പോൾ ഞാൻ തുണിയൊക്കെ എടുത്തിട്ട് കുറച്ച് സമയം ഞാൻ അവിടെ നിന്ന് നോക്കി കേട്ടോ. അവിടെ ഈ ഒരു ടൈമിലൊക്കെ അവിടെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ടെറസിൽ നിന്ന് നോക്കിയാൽ റോഡ് കാണാൻ പറ്റും. അപ്പോൾ അതിലെ കൂടി വണ്ടിയൊക്കെ പോകുന്നത് കാണാം. ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെയാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ളത് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ വാവനെ ഞാൻ പഠിക്കാൻ കൊണ്ടുവന്ന് ആക്കിയിട്ട് വന്നിട്ടാണ് എൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മീൻ ഉണ്ടായിരുന്നു.
ഇത് കായൽ മീനാണ് കേട്ടോ, കായലല്ല ആറ്റുമീൻ, ആറ്റുമീനാണ്. അപ്പോൾ ഇതിനെന്താ പറയുകയെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. എനിക്ക് ഇവിടുത്തെ മീനുകളെ പേരൊന്നും വലിയ പിടുത്തമില്ല. കാണുമ്പോൾ അറിയാം, പക്ഷേ ഇനി മീനുകളെ പേരൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് കുറച്ച് നമ്മുടെ നെത്തോലി മീൻ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഐസായിരുന്നു, അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഐസ് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ അരി ഇവിടെ തിളയ്ക്കുകയാണ്. രാവിലെ ചോറിന് അരിയിടും. അപ്പോൾ ഞാൻ വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കും. അല്ലെങ്കിൽ അതിലൊരു വെള്ള കളർ പോലത്തെ ഇല്ലേ, അത് ചുണ്ണാമ്പെന്ന് പറയും നമ്മുടെ അവിടെയൊക്കെ, മീനിൻ്റെ ചുണ്ണാമ്പ്. അപ്പോൾ അത് പോവില്ല. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് വൃത്തിയാക്കുന്നത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് തേങ്ങയൊക്കെ ചിരകി നമ്മുടെ മീൻകറിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. തേങ്ങയിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, ചെറിയുള്ളി ഇതെല്ലാം ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, കറിവേപ്പില. ഞാനിത് കുടംപുളി ഇട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഈ മീൻ പീര വറ്റിക്കാൻ നല്ലതാണ്, പക്ഷേ വെളുത്തുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പീര വറ്റിക്കുന്നില്ല. നോർമലായിട്ട് നമ്മുടെ മീൻകറി വെക്കുന്ന പോലെയാണ് വെക്കുന്നത്. തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കുക്കറിൽ ഒരു വിസിലടിച്ചാണ് വേവിച്ചത്, പക്ഷേ അത് നന്നായിട്ട് കുക്കായിട്ടില്ല. അങ്ങനെ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ 12:30 ഇനി വാവനെ വിളിക്കാൻ പോകണം. ബാക്കി തോരൻ്റെ കാര്യം ചേച്ചി നോക്കിക്കോളും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ മീൻകറി റെഡി ആയിട്ടുണ്ടായിരുന്നു. തോരൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പും നമ്മുടെ തേങ്ങാപ്പീര ഇതെല്ലാം ഇട്ടിട്ട് നമ്മുടെ തോരൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് പരിപ്പ് ഇട്ടിട്ടുള്ള തോരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പും പടവലങ്ങയും അതുപോലെ പരിപ്പും ചീരയൊക്കെ ഇട്ടിട്ടുള്ള തോരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അതിനോട് ഒഴിച്ചുകറിയായിട്ട് മോര് വയ്ക്കാം, പച്ചമോര് വയ്ക്കാം. അപ്പോൾ ഇഞ്ചി, പിന്നെ നമുക്ക് ചെറിയ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് തൈരും അതുപോലെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തെടുത്ത് കഴിഞ്ഞാൽ പച്ചമോര് റെഡിയാവും. ഇത് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുത്താൽ നമുക്ക് കുടിക്കാൻ പറ്റുന്ന പരുവാകും. അപ്പോൾ ചൂടൊക്കെ അല്ലേ, അപ്പം മോരൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതായിരിക്കും, ഒന്ന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞാനും വാവയും കൂടി കഴിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ 2:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോൾ വാവയുടെ അടുത്ത് കഴിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചാലും പിന്നെ മതി എന്ന് പറയും. ഫുൾ ടൈം കളിക്കണം എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പിടിച്ചിരുത്തി കൊടുക്കുകയാണ്, നമുക്ക് രണ്ടുപേർക്കും കൂടി ആരാ ജയിക്കുന്നതെന്നൊക്കെ നോക്കാമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആളൊന്ന് കഴിപ്പിച്ചെടുക്കുന്നത്. എന്നാലും കഴിക്കില്ല, കുറേയൊക്കെ മാറ്റി വയ്ക്കും, ഇത് പിന്നെ കഴിക്കാമെന്ന് പറയും. എന്നിട്ട് വേണ്ട എന്നൊക്കെ പറയുകയാണ്. ആൾ ഗ്ലാസ്സിൽ വെള്ളമല്ല കേട്ടോ കുടിക്കുന്നത്, മോര് ഗ്ലാസ്സിൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അത് കുടിക്കുകയാണ്. നല്ല എരിവുണ്ട്, എങ്ങനെ കുടിക്കാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ ആളെങ്ങനെ വാരി കൊടുക്കാനൊക്കെ നോക്കി, പക്ഷേ വേണ്ട, ഞാൻ പരാജയപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്